എനിക്ക് ഇരിക്കുന്ന ഡെന്റിസ്റ്റുകളല്ലാത്ത ആർക്കും അത് എന്ത് വിഭാഗമാണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെരിയോഡോണ്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 9ഓളം സ്പെഷ്യാലിറ്റീസ് ഡെന്റിസ്ട്രിയിലുണ്ട്. ഈ ഡെന്റിസ്ട്രി എന്ന വിഭാഗം മെഡിക്കൽ സയൻസിന്റെ MBBS കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി വിഭാഗമല്ല. അതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റുള്ള ഈ മെഡിക്കൽ സയൻസിന്റെ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളൊക്കെ MBBS കഴിഞ്ഞിട്ട് ഈ MTയോ അല്ലെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റോ കാർഡിയോളജിയോ ഒക്കെ പോലെ പോകുമ്പോൾ ഡെന്റിസ്ട്രി ഡോക്ടർമാരെന്നാണ് ഞങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ MBBSന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് MBBS കഴിഞ്ഞിട്ട് ഡെന്റിസ്ട്രി എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമല്ല ഈ ഡെന്റൽ ഫീൽഡ് എന്നുള്ളത് തന്നെ അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു ഇതിലൂടെ ഈ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ കുറേശ്ശായിട്ട് ചിലപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടാവും. അതെന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ കൂടുതലായിട്ട് മറ്റുള്ള രീതിയിലേക്ക് നിങ്ങൾ ഡെന്റൽ ചികിത്സയെ സമീപിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഏതായാലും ഇതില് ഈ മോണരോഗ വിഭാഗം എന്ന് പറയുന്നത് ഈ പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത് പല്ലിനെ മാത്രം സംബന്ധിക്കുന്നതോ പല്ലെന്ന ഒരു വസ്തുവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി അല്ല. പെരി എന്ന് പറയുന്നത് ചുറ്റുവട്ടത്ത് എന്നുള്ളതാണ്. ഡോണ്ടിക്സ് എന്ന് പറയുന്നത് പല്ലിനെ സംബന്ധിക്കുന്നത്. പല്ലിന് ചുറ്റുവട്ടത്തുള്ള സ്ട്രക്ചേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഡെന്റിസ്ട്രിയിലുണ്ട്. അതിന്റെ പേരാണ് പെരിയോഡോണ്ടിക്സ്. അതിന് ജനറലി പറയും മോണരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. അതായത് മോണയിലുള്ള അസുഖങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കുകയും അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ഇനി അങ്ങനെ ഒരു വേള മോണരോഗം വന്നാൽ അത് ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. പൊതുവെ ഒരു ബോധവൽക്കരണ ക്യാമ്പ് അല്ലെങ്കിൽ ഡെന്റൽ സൈഡിലുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പുകൾ പൊതുവെ ലിമിറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടുക ഇങ്ങനെയുള്ള ബ്രഷിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ഇപ്പൊ സാർ പറഞ്ഞു ഇന്നിപ്പോ താലൂക്ക് ഹോസ്പിറ്റലില് ഓറൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. എന്നാലും പൊതുവെ പല്ലിന്റെ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്, പല്ലുള്ള അഴുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ബോധവൽക്കരണം നടത്തി കാണാറുള്ളത്. ഇതില് ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തുന്ന ഒരു പേഷ്യന്റിനെ ഇത് ഈ രീതിയിൽ ബോധവൽക്കരണം ചെയ്ത് പല്ല് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു വരുമ്പോഴേക്കും ആ പേഷ്യന്റ് ഓൾറെഡി ഒരു ദന്തരോഗി ആയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഡെന്റിസ്റ്റിൽ അർപ്പിതമായിട്ടുള്ള ഒരു ജോലിയല്ല ഒരു കുട്ടി എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട്. അത് നമ്മളിപ്പോ കുളിക്കാൻ പഠിപ്പിച്ചത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ല. അത് ഓരോരോ അസുഖങ്ങൾ നമ്മൾ തിന്നാൻ പഠിപ്പിച്ചത് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് അല്ല. അതുപോലെ എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാണാൻ പഠിപ്പിച്ചത് ഐ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പോ എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം വീട്ടില് അമ്മമാര് പഠിപ്പിക്കേണ്ട സാധാരണ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ഒരു അവയർനെസ്സിലൂടെയെങ്കിലും ഇപ്പോഴെങ്കിലും തന്നെ, കാരണം പല്ല് തേക്കുന്ന രീതികൾ ദിവസവും വേണം അല്ലെങ്കിൽ ചിലപ്പോ തലമുറകളിലോട് മാറി മാറി വരികയാണ്. ഞാനൊക്കെ ചെറുപ്പത്തില് ഉമിക്കരിയും ഉപ്പും ഉപയോഗിച്ച് പല്ല് തേച്ച് വളർന്ന ഒരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ്. ഇത് ബ്രഷിലേക്ക് മാറിയത് കൊണ്ട് എന്റെ വീട്ടുകാർക്ക് എനിക്ക് എങ്ങനെ ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞുതരാൻ അറിയില്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ എങ്ങനെ ബ്രഷ് ചെയ്യണമെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് കൊണ്ടും മാത്രം എന്റെ പല്ലിന്റെ കുറെ സൈഡ് തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് ഇല്ലായ്മയിൽ നിന്ന് പല്ലിന്റെ ഒരുപാട് കുഴപ്പങ്ങൾ വന്നിട്ടുള്ളത് അനുഭവിക്കേണ്ടി വന്നൊരു തലമുറയാണ് ഞങ്ങളുടേത്. ഇന്നിപ്പോ അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ടിവിയിൽ പരസ്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്ന് കാണാറുണ്ട്. ദയവ് ചെയ്ത് അതൊന്നും ഒരിക്കലും ഫോളോ ചെയ്തേക്കരുത്. കാരണം നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ, നിങ്ങളുടെ പേസ്റ്റിൽ നാരങ്ങയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഉപഭോക്തൃ സംസ്കാരം ഇതിന്റെ കൂട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള മറ്റു ചില ആസ്പെക്ടുകൾ, പല്ലെങ്ങനെ തേക്കണമെന്നുള്ളതല്ല, പല്ലിന്റെ ഇടയിലുള്ള എല്ലുകൾ ദ്രവിച്ച് പോയിരിക്കുന്നു. അങ്ങ് തറ്റത്തെത്തിയപ്പോൾ മൊത്തത്തിൽ പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പല്ലിന്റെ സപ്പോർട്ട് പോകുന്നത് കാണുന്നതിനാണ് ഞങ്ങൾ എക്സ്റേ എടുത്ത് നോക്കുന്നത്. ഏതൊരു വിദേശ രാജ്യങ്ങളിലും ദന്ത ചികിത്സയുടെ ഈ വലിയ കോസ്റ്റ്, ഒരു വലിയ ഭാരം, വലിയൊരു സാമ്പത്തിക ഭാരം താങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഈ ഇൻഷുറൻസുകാര് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലങ്ങളില് ഈ എക്സ്റേകൾ റുട്ടീനായിട്ട് എടുക്കണമെന്ന് നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേയിൽ നോക്കിയാൽ ഈ എക്സ്റേയിലുള്ള ആ എല്ലുകൾ നഷ്ടപ്പെടുന്നത് കണ്ടാൽ ഉടനെ അതിന്റെ ചികിത്സ ചെയ്തു തുടങ്ങും. അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചികിത്സയുള്ളൂ, ആ പല്ല് പറിച്ചു കളയും. ആദ്യമേ ഉള്ള ചേഞ്ചസ് കാണാൻ എക്സ്റേ വളരെ നിർബന്ധമാണ്. അപ്പോ ഈ ആഹാരം ചവച്ചുകൊണ്ട് മാത്രം പല്ല് ക്ലീൻ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ചില എതിരഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ആളുടെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇത്രയൊന്നുമില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ്സുകളൊന്നുമില്ല. പക്ഷെ ഇതിൽ ഈ മോണ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോണ ഒരുമാതിരി ഈ വിരിഞ്ഞിരിക്കണു, ഉരുണ്ടിരിക്കണു. അങ്ങനെ നമ്മൾ കാണുമ്പോ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇത് ഈ കാണുന്ന പേഷ്യന്റിന്റെ മോണ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുള്ള രൂപമാണ് ആ കാണുന്നത്. അതിന്റെ ഉള്ളിൽ അഴുക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇതും വളരെ സിമ്പിൾ ആണ്. എന്താണ് സംഭവിച്ചത്? മോണ ഇങ്ങനെ വീർത്തതിന്റെ മുകളിൽ ഇരിക്കുകയാണ്, അഴുക്കിന്റെ മുകളിൽ. നമ്മൾ നോക്കുമ്പോൾ ഇത്തളൊന്നും പിടിച്ചിട്ടില്ല, നേരത്തെ കണ്ടതുപോലെ. പക്ഷെ പല്ലിൽ പിടിച്ചിരിക്കുന്ന ഇത്തള മോണയുടെ ഉള്ളിലും ഉണ്ടാകാം. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഈ ചില മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ മോണ വീർത്തിരിക്കും. ജിഞ്ചൈവൽ എൻലാർജ്മെന്റ്, ഗംസ് എൻലാർജ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന മരുന്ന് ഹൈപ്പർ ടെൻഷനുള്ള ഒരു മരുന്നാണ്. ആ മരുന്ന് യൂസ് ചെയ്യുന്ന, അതായത് അമിലോഡെപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് വളരെ നൊട്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്നതാണ്. ആ മരുന്ന് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആളുകൾ ജിഞ്ചൈവൽ ഹൈപ്പർട്രോഫി, ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് കാണപ്പെടുന്നുണ്ട്. അത് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ആ ഒരു മരുന്ന്. പക്ഷെ ഒരു മിക്ക മരുന്നുകളിലും, ഈ ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്ന പല മരുന്നുകൾക്കും ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ജിഞ്ചൈവല് എൻലാർജ്മെന്റ്, പല്ലുള്ള ആളുകളിൽ മാത്രമാണ്, പല്ലുള്ള ആളുകളുടെ ചുറ്റുവട്ടത്തുള്ള മോണ വളർന്നിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ മോണ വീർത്തിരിക്കുന്നതിന്റെ അടിയിൽ ഈ ഡെപ്പോസിറ്റ് വരികയും അത് പ്രോഗ്രസ് ചെയ്യും. അതറിയില്ല. കാരണം പല്ല് തേക്കാഞ്ഞിട്ടല്ല, ചവയ്ക്കാഞ്ഞിട്ടല്ല, പല്ല് ക്ലീൻ ആക്കാനുള്ള മെക്കാനിസം ഇല്ലാഞ്ഞിട്ടല്ല. ജിഞ്ചൈവ അല്ലെങ്കിൽ മോണ വളർന്നു കയറിയിരിക്കുന്നത് കൊണ്ട് അതിനുള്ളിൽ വൃത്തിയാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. ഇത് അതുപോലെ തന്നെ ഈ ഫിക്സ് വരുന്ന, എപ്പിലെപ്സി വരുന്ന ഒരു കുട്ടിയുടെ വായാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പടി കടന്ന് ഡോക്ടർമാരുടെ അവയർനെസ്സിലേക്കായിട്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ. ഡൈലാൻഡിൻ സോഡ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണത്. അവർക്ക് സൈഡ് ഇഫക്റ്റ് ആയിട്ട് മോണ വളർന്നിരിക്കാറുണ്ട്. അപ്പൊ മോണയുടെ അസുഖങ്ങൾ വെറും പല്ല് തേച്ചുകൊണ്ട് തീർക്കാവുന്നത് മാത്രമല്ല, ഈ കാണുന്നത് മറ്റൊരു അസുഖം. ഇതിന് ഇവിടെ കുറച്ചും ഡോക്ടർ പറയും, സാറ് പറയുണ്ടായി റേഡിയേഷന്റെ ഒക്കെ കാലമാണ്, കീമോതെറാപ്പിയുടെ ഒക്കെ കാലമാണെന്ന്. ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന ആ കേടുകളും മോണയിൽ വരുന്ന പ്രശ്നവും മറ്റൊരു കാര്യത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ ഹ്യൂമനീറ്റിന്റെ വിഷയം തന്നെയാണ്. ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളിൽ റേഡിയേഷൻ അടിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇൻവേരിയബിളി സംഭവിക്കുന്ന ഒരു കാര്യം, മേജർ ആയിട്ടുള്ള ഉമിനീരിന്റെ ഗ്രന്ഥികൾ നശിച്ചു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യന്റിന്റെ വായിൽ ഉമിനീര് കുറയും. ഉമിനീര് കുറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. പല്ലിൽ വരുന്ന മിനറൽസിനെ തിരിച്ച് മിനറലൈസ് ചെയ്യുന്ന ഉമിനീരിന്റെ ആ പ്രോപ്പർട്ടി ഇവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുന്ന കേടുകളാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ആ കാണുന്ന കേടുകൾ ക്ലാസിക് ആയിട്ട് മെഡിക്കൽ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഈ പേഷ്യന്റ് ഇത്രയും കാലം ചവച്ചുകൊണ്ടിരുന്നതാണ്, നല്ല വൃത്തിയുള്ളതല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് ഈ കാണുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. ഇത് 38 മുതൽ 98% വരെ ഒരു പ്രത്യേക ഗ്രൂപ്പിന് കാണുന്ന അസുഖമാണ്. അപ്പൊ ഒരു ചെറിയ നമ്പർ അല്ല. പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് 38 മുതൽ 98% വരെ ആളുകളിൽ, ഗർഭിണികളായിട്ടിരിക്കുന്ന അമ്മമാരിൽ കാണുന്ന ഒരു മോണയുടെ അസുഖമാണ് കാണുന്നത്. അപ്പൊ അതത്ര ചെറിയൊരു നമ്പർ അല്ല, വലിയൊരു നമ്പർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ മോണരോഗങ്ങളുടേത് തികച്ചും പല്ല് വൃത്തിയാക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ, പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണും അതിനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രിവിറ്റല ഇന്റർമീഡിയ എന്ന് പറയുന്ന ഒരു മൈക്രോബും ചേർന്ന് ഉണ്ടാക്കി തരുന്ന മനോഹരമായ ഒരു ജിഞ്ചൈവൽ ഡിസീസ് അല്ലെങ്കിൽ മോണരോഗമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇത് പക്ഷെ പലപ്പോഴും ചികിത്സ വേണ്ടി വരാറില്ല. അത് ഈ പ്രഗ്നൻസിയുടെ ഹോർമോണൽ ഹൈക്ക് തീരുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് തന്നെത്താനെ പോകാറുണ്ട്. പലർക്കും അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കാറുണ്ട്. അത് പിൽക്കാലത്ത് മോണരോഗങ്ങളിലേക്കും പല്ലിന്റെ കേടുകളിലേക്കും നയിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പല വായയും തുറന്ന് മോണരോഗങ്ങളിൽ, എനിക്ക് കൊച്ചുങ്ങളും ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയും, കുഴപ്പമില്ല, അങ്ങനെ ചെറിയ അടിയൊക്കെ കിട്ടുമെങ്കിലും മെജോറിറ്റി സ്ഥലങ്ങളിൽ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കാറുണ്ട്. ഇതിപ്പം ഓൾറെഡി സാറ് പറഞ്ഞ കുറെ അധികം അസുഖങ്ങള്, ഈ പല അസുഖങ്ങളിൽ നിന്ന് മോണരോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പല മോണരോഗങ്ങളിൽ നിന്ന് പല അസുഖങ്ങളും അൺകൺട്രോളബിളോ അതല്ലെങ്കിൽ അതിലേക്ക് അതിന്റെ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാറുണ്ട്. ഏറ്റവും അധികം മോണരോഗങ്ങൾക്ക് കാരണമായി, അല്ലെങ്കിൽ മോണരോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണമായി പിന്നിൽ നിലനിൽക്കുന്ന ഒരു കാര്യം ഡയബറ്റിസ് ആണ്. ഷുഗറിന്റെ അസുഖമുള്ള ആളുകൾക്ക് മോണരോഗം വരാനുള്ള സാധ്യത ഏറ്റവും അധികമാണ്. ഡയബറ്റിസിന്റെ
കോംപ്ലിക്കേഷൻ ആയിട്ട് അറിയപ്പെടുന്ന കാർഡിയോവാസ്കുലർ ഡിസീസസ്, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ 6ാം സ്ഥാനം വാസ്കുലർ ഡിസീസസ് കഴിഞ്ഞാൽ 6ാം സ്ഥാനം മോണരോഗങ്ങൾക്കാണ്. അപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാളുടെ കോംപ്ലിക്കേഷന്റെ കൂട്ടത്തില് 5 സ്ഥാനങ്ങൾ മെഡിക്കൽ സൈഡിലുള്ള മറ്റുള്ള ഓരോരോ വിഭാഗങ്ങൾക്കാണെങ്കിൽ 6ാം സ്ഥാനം മോണരോഗത്തിനാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾ, അത് ആ ആളുടെ പാരമ്പര്യത്തിലായിട്ടുള്ളതാവാം, അയാളുടെ സ്മോക്കിംഗ് മുതലായ പല എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് തുടങ്ങിയിട്ടാവാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാവാം, അയാൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അയാളുടെ അസുഖങ്ങൾ പേടിച്ചിട്ടാവാം ഈ അസുഖങ്ങൾ വരാറുണ്ട്. ഈ ഒരു പടം അങ്ങനെ ഒരു മറ്റൊരു ശ്രദ്ധയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് പല അസുഖങ്ങൾ കൊണ്ട് മോണരോഗം ഉണ്ടാവാന്ന് പറഞ്ഞതുപോലെ മോണരോഗം ഒരു വലിയ റിസർവോയറാണ്. മോണയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബാക്ടീരിയകളും ഈ അണുക്കളും ഇരിക്കുന്നത് ശരീരത്തിന്റെ മറ്റ് പല അസുഖങ്ങൾക്കുള്ള ഒരു റിസർവോയർ പോലെയും കൂടി ആക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മോണരോഗം ബാധിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കാണുന്ന ബാക്ടീരിയകളുടെ എണ്ണം ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ശരീരത്തിൽ 30 ട്രില്യൺ സെൽസ് ആണെങ്കിൽ 38 ട്രില്യൺ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ഈ മോണരോഗമായിട്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ വായിൽ അത്രയധികമായിരിക്കും. ഈ അണുക്കളൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് പോലും മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആന്റണി ലീവനോക്ക് ആദ്യം അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിയിട്ട് റോയൽ കിങ്ഡം അവരുടെ രാജാവിന് അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത്, ഞാൻ എന്റെ വായിലുള്ള ഡെപ്പോസിറ്റ്സിൽ ആനിമൽക്യൂൾസിനെ കണ്ടു എന്നാണ്. ആനിമൽക്യൂൾസ് പല 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 മൃഗങ്ങളുടെ രൂപത്തിലുള്ള മൈക്രോബ്സിനെ കണ്ടു എന്നാണ് അയാളുടെ വായിലുള്ള ഡെപ്പോസിറ്റ്സ് നോക്കി പറഞ്ഞത്. ഈ കാലത്ത് അതിന് പല പേര് വന്നു, പലതായിട്ടൊക്കെ തിരിഞ്ഞു. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിട്ട് അത് എന്ത് അനിമൽക്യൂൾ ആയാലും അത് ഏത് ഇൻസെക്ട് ആയാലും എന്തായാലും ശരി, ഈ കാണുന്ന ഒരു സാധനം ആ മോണയുടെ ഉള്ളിൽ ഒരു കണ്ടിന്യൂസ് റിസർവോയറായിട്ട് ആക്ട് ചെയ്തിട്ട് ഇത്രയധികം അസുഖങ്ങളുമായിട്ട് ഇതിന് ഇൻഡയറക്ട്ലി കണക്ഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള ഒരുപാട് സ്ഥലത്തേക്കുള്ള ബാക്ടീരിയകളെ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവ് ഈ റിസർവോയർക്കുണ്ട്. നമ്മുടെ ശക്തി അനുസരിച്ചിട്ടോ നമ്മുടെ ഹോസ്റ്റ് റെസ്പോൺസോ നമ്മുടെ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടോ അതിനെ ഗസ്റ്റ് ആയിട്ട് നിർത്താനുള്ള കപ്പാസിറ്റി ഹോസ്റ്റിന് ഉണ്ടെങ്കിലും ചില അവസരങ്ങളിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് നമ്മുടെ പൊങ്ങയ്ക്ക് പിടിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ കാണുന്ന റിസർവോയറിൽ നിന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താനായിട്ട് രക്തത്തിലൂടെ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ബാക്ടീരിയകൾ നേരിട്ട് എത്തണമെന്നില്ല, എത്താറുമില്ല. പക്ഷെ ബാക്ടീരിയൽ പ്രോഡക്ട്സ് എത്താറുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസസിൽ എത്തറോസ്ക്ലറോസിസ് വരാനുള്ള ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ പറയുന്ന ഇതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. ശരീരത്തിലെ ബ്ലഡിന് കട്ടി കൂടുതൽ വരുമ്പോൾ അയാൾക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു അസുഖമാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്ന് കരുതി ആരും ആംബുലൻസിൽ നിലവിളി ശബ്ദം ഇട്ടിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറില്ല. അത് വരും, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് കുറച്ച് കൂടി വരും. അങ്ങനെ രക്തം വരുന്ന ഒരു അസുഖം ആരും എമർജൻസി ആയിട്ട് കണക്കാക്കാറില്ല. പക്ഷെ രക്തത്തിലൂടെ പല സാധനങ്ങളും ബ്ലഡിലേക്ക് ഇറങ്ങാറുണ്ട്. സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിൽ ഇത്രയും ഒരു ക്രോണിക് ഡിസീസ് എപ്പോഴും വായിലുള്ള ഒരാളുടെ ബ്ലഡില് ഫൈബ്രിനോജന്റെ അളവും WBCയുടെ അളവും കൂടുതലായിട്ട് കാണുന്നു എന്നതുകൊണ്ട് അവരുടെ ബ്ലഡിൽ വിസ്കോസിറ്റി കൂടുതൽ ഉണ്ടാവുകയും ആ വിസ്കോസിറ്റിയിൽ നിന്ന് സ്ട്രോക്കോ കാർഡിയക് അറസ്റ്റോ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളും ആർട്ടിക്കിൾസും ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പറയപ്പെടുന്നത് തന്നെ കൊളസ്ട്രോള് ഹാർട്ട് ഡിസീസുമായിട്ട് കാണിക്കുന്ന ബന്ധത്തെക്കാളും കൂടുതൽ സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത് പെരിഡോണ്ടൽ ഡിസീസ് അല്ലെങ്കിൽ മോണരോഗങ്ങള് കാർഡിയക് ഡിസീസസിന് കാരണമാകും എന്നുള്ളതാണ്. ഡയബറ്റിസ് വേഴ്സണാക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം ഈ മോണരോഗങ്ങളാണ്. പലപ്പോഴും മോണരോഗങ്ങളും ഡയബറ്റിസും ചേർന്നാണ് നിൽക്കാറ്. പല്ല് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കൊണ്ട് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ പറയുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ചെയ്ത തീസിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഈ അസുഖം ഉണ്ടാവുന്നത് വെൽ കൺട്രോൾഡ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാള് അണ്ടർ മെഡിക്കേഷൻ, കൺട്രോൾഡ് ഗ്ലൈസീമിക് ലെവൽ അണ്ടർ മെഡിക്കേഷൻ, അവര് വന്ന് ദന്തചികിത്സ ഭയങ്കര മോശമായ മോണയാണ് അവരുടേതെങ്കിൽ, വളരെ മോശമായ മോണ കൺട്രോൾഡ് ഗ്ലൈസീമിക് ലെവൽ അണ്ടർ മെഡിക്കേഷൻ ആണെങ്കിൽ, ആ ഭയങ്കര മോശമായിട്ടുള്ള മോണ എന്തെങ്കിലും ചികിത്സ ശരിയാക്കിയാൽ ഡപ്പ് എന്ന് പറഞ്ഞ അവരുടെ മെഡിക്കൽ ആ കാണുന്ന ഡോസ് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീസിസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് അതിന് മുമ്പത്തുള്ള ആർട്ടിക്കിൾസ് നോക്കിയിട്ടുള്ളതാണ്. ഏറ്റവും അധികം കാണപ്പെടുന്ന കുറച്ച് ഡിസീസസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഒരു രോഗി ഒരു വെന്റിലേറ്ററിലോ ഐസിയുലോ ഒക്കെ കിടക്കുന്ന സമയത്ത് അവരുടെ ലങ്സിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടെങ്കിൽ ഏറ്റവും അധികം അടുത്ത വിസിനിറ്റി ഉള്ളത് ഈ റിസർവോയർക്കാണ്. അവർക്ക് ശരിക്കും ബ്രഷ് ചെയ്യാൻ പറ്റാറില്ല, അവർക്ക് പലപ്പോഴും അവർ ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ അണുക്കൾ കോൺസ്റ്റന്റ് ആയിട്ട് ലങ്സിലേക്ക് പോകാനും അവിടെ അതിനെ ആ സിസ്റ്റത്തിനെ അഗ്രിവേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെയായിട്ടുണ്ട്. ഈ കിഡ്നി ഡിസീസസും റൂമറ്റോയിഡ് ആർത്രൈറ്റിസും പ്രഗ്നൻസിയിലെല്ലാം ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇത് മോറൽ ഡിസീസാണ്. ഇത് ഓറൽ ഡിസീസിന്റെ